ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യണത്. ഏകദേശം ഒരു 8-9 മാസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഒരു 3-4 കൊല്ലമായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ച ഹോണ്ടയുടെ അക്കോർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തിനുള്ളിൽ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി കിട്ടിയിട്ട് നമുക്ക് മൂന്നാലല്ല ഒരു 10 ദിവസത്തിനടുത്തായി. അപ്പോൾ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളെടുത്തത് ഡൽഹിയിൽ നിന്നാണ്, നമ്മുടെ മലബാർ കാർസ് എന്ന് പറഞ്ഞിട്ടൊരു ടീമിൻ്റെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും നമ്മൾ വണ്ടി നോക്കാണ്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വണ്ടി എടുത്തത്. അപ്പോൾ അവരോടുള്ള ഒരു വിശ്വാസം അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 2010 മോഡലാണ് കേട്ടോ ഇത്. കുറച്ച് നാളായി നമ്മൾ അക്കോർഡിൻ്റെ പിന്നാലെ, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കുറച്ച് കൊല്ലമായി. അപ്പോൾ ഈ ഒരു കളറ് നമ്മൾ എന്താ പറയുക, നമുക്കതിന് വലിയ താല്പര്യമില്ല. ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റാണ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടാണ്ടായിരുന്നില്ല കേട്ടോ ഈ മലബാർ കാർസിൻ്റെ. പിന്നെ വണ്ടിക്ക് റേറ്റ് വന്നിട്ട് 2.5 വണ്ടിക്ക് റേറ്റ് ആയത്. 15 രൂപ NOCക്ക്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ടൊരു 32 രൂപയോളം വന്നു കേട്ടോ. അതായത് നമുക്ക് കൊച്ചിയിലേക്കായാലും തൃശ്ശൂർക്കായാലും 32 രൂപ വരും, ബാംഗ്ലൂർക്കാണെങ്കിൽ ഒരു 22 രൂപ വരും. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ അവരുടെ റേറ്റിൽ ചിലപ്പോൾ വ്യത്യാസം വരും, ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, നമുക്കറിയില്ല. ഞാൻ എന്തായാലും വണ്ടി കിട്ടണ വരെ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു. കാര്യം നമ്മൾ വണ്ടി നോക്കാണ്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ അവരുടേതായാലും ഒരു 70-80% ആൾക്കാരും വണ്ടി ചെക്ക് ചെയ്യാണ്ടാണ് എടുക്കുന്നത്. കാരണം അവരോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 3 കൊല്ലമായിട്ട് ഇവരുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ വരുന്ന വണ്ടികൾ ഇങ്ങനെ നോക്കുമ്പോൾ അവർ ഡെയിലി ഒരു 5-10 വണ്ടികളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ സെയിൽ ചെയ്യാനിടും. അതിപ്പോൾ സ്പോട്ടിൽ സെയിലായി പോകും. ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ വണ്ടികളൊക്കെ സെയിലായി പോകും. അപ്പോൾ അക്കോടൊക്കെ ഇടയ്ക്കാണ് കാണാറുള്ളത്. ആദ്യമൊക്കെ 1.70-നൊക്കെയാണ് സെയിലാവണം കാണാറ്, ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ മുന്നേ. ഇപ്പോൾ 1.95, 2.10, 2.5 ആ ഒരു റേറ്റിലാണ് അക്കോർഡ് വരാം. ഒരുപാട് പേർക്ക് പിന്നെ പേടിയും കാര്യങ്ങളുണ്ടാവും. കാരണം നമ്മൾ ഡൽഹിയിൽ നിന്നാണ് വണ്ടി എടുക്കണം, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമുള്ള വണ്ടികളായിരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡിൽ ഒരുപാട് പേര് എടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനായാലും ഇപ്പോൾ യൂട്യൂബിൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ നോക്കുമ്പോൾ നമുക്കായാലും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി നമ്മളൊന്നും നോക്കിയില്ല, നമ്മളെടുത്തു. കാര്യം ഇപ്പോൾ നമുക്കിത് എടുത്ത ആൾക്കാരുടെ അടുത്ത് അവരെ അഭിപ്രായം ചോദിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം ഗ്രൂപ്പിൽ വേറെ മെമ്പേഴ്സിന് നമുക്ക് കാണില്ലേ, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പായ കാരണം. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ എടുത്തു, ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് എടുത്തു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി 2 വർക്ക്ഷോപ്പിൽ നമ്മൾ കാണിച്ചു, വണ്ടി ഓടിച്ചൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ചെറിയ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിൻഡോൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉള്ളിലെത്തിയിട്ട് കാണിച്ചു തരാം. അത് റെഡി ആക്കിയിട്ടോ. പിന്നെ ഡോറിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതൊരു ചൈൽഡ് ലോക്കായി കിടക്കായിരുന്നു. അത് കംപ്ലൈൻ്റ് അല്ലായിരുന്നു, നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ അങ്ങനെ ഹോണ്ട ഒരു കേസാണ്. നമുക്ക് ഹോൺ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ചെറുവക പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് പിന്നെ ഡൽഹി വണ്ടി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുവകയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ കാര്യമാക്കിയില്ല കേട്ടോ. ഇവിടെ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല. പിന്നെ അങ്ങനെ എടുത്ത് പറയാൻ മാത്രം വേറെ വണ്ടിക്ക് ഇപ്പോൾ ടയറിനായാലും വേറെ പ്രശ്നമൊന്നുമില്ല. ടയറൊക്കെ അടിച്ചു സെറ്റാക്കിയിട്ടുണ്ട്, വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിലൊക്കെ നമ്മൾ നല്ല പക്ക നീറ്റാണ് കേട്ടോ. ഒരു വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിട്ടോ. ഉള്ളിലൊന്നും വേറെ യാതൊരുവിധ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. സീറ്റൊക്കെ നല്ല നീറ്റാണ് കേട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു വിൻഡോയാണ് നമുക്ക് താഴാണ്ടായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് നമ്മളിവിടുന്ന് മാറ്റി. അതിന് ഒരു 3000 രൂപ 3200 രൂപ നമുക്ക് ചിലവ് വന്നു കേട്ടോ. വേറെ പിന്നെ പൊല്യൂഷൻ എടുത്തു, വേറെ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളം
തുള്ളിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കണം. വേറെ അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മൾ പിന്നീട് വെച്ചതാട്ടോ. വെഞ്ചരിച്ചിട്ടില്ല, വെഞ്ചരിക്കണം. നമുക്ക് ബാക്കിലിരിക്കുന്നു കാണാം. നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഇതിപ്പോൾ നമ്മൾ ഒന്നും അങ്ങനെ നമുക്ക് ഡിക്കിയിലേക്ക് പോകാനായിട്ടുള്ളൊരു വഴി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര സംഭവമായി. ഇവിടെയൊക്കെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുള്ള എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ്. സീറ്റൊക്കെ നല്ല സെറ്റാണ് കേട്ടോ. വണ്ടി മൊത്തത്തിലൊന്നും വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെയും കയറ്റിയതിന് ശേഷം നമുക്കൊരു സമാധാനമായി. ഓടിച്ചു നോക്കിയപ്പോഴൊന്നും അവർ വേറെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഈ സംഭവമൊക്കെയും ചെറിയ മിസ്സിങ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് റെഡിയാക്കണം. അല്ലറ ചില്ലറ കുറച്ച് പണികളുണ്ട്. ഇപ്പം നമുക്ക് ചിലവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിൻഡോൻ്റെ ആ ഒരു സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു 3200 രൂപ ചിലവ് വന്നു. പിന്നെ അത് ഫിറ്റ് ചെയ്യാനായിട്ട് 10-200 രൂപ ചിലവ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും നമ്മൾക്ക് ഈ മലബാർ കാർസ് എന്ന് പറഞ്ഞ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാം. വേറെ പ്രശ്നമൊന്നുമില്ല. സംഭവം കുറേ കാറുകൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ സത്യമായിട്ടും വിചാരിച്ച എന്തെങ്കിലും ഈ ഇടിച്ച് പൊളിച്ച അങ്ങനെ എന്തെങ്കിലും ഭയങ്കര നമുക്ക് അധികം പൈസ ചിലവ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെ യാതൊരുവിധ പ്രശ്നം നമുക്ക് ഇല്ലാടാ. എന്തായാലും ഒരു 2.5-ന് നമ്മൾ വണ്ടി എടുത്തു. നമുക്ക് മൊത്തം ചിലവ് വരാം. അപ്പോൾ ഒരു 260, 262 നമുക്ക് ചിലവ് വന്നാൽ തന്നെ ഇതിലും ഒരു 10 രൂപയ്ക്ക് നമ്മൾ ചെറുവക പണികൾ പണിതാലും നമുക്ക് പ്രശ്നമില്ലാടാ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ 3, 3.5, 3.45 ആയിട്ട് അങ്ങനെ പോകും. അത് കാരണം എന്തുകൊണ്ടും നോക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല, നമ്മളങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കാനായിട്ട് നിന്നില്ല. ഈ വണ്ടി പണ്ട് മുതലേ നമുക്ക് ഭയങ്കര ഒരു പ്രാന്താട്ടോ. പ്രാന്ത് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ഒരു പ്രാന്തും കാര്യങ്ങളാണ് ഈ വണ്ടിയോട്. അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഹോണ്ട അക്കോർഡ്. നമ്മൾ മുമ്പ് ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ വരച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ റിയലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2-3 പേര് കണ്ടപ്പോൾ ചോദിച്ചു, അത് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വരച്ചതല്ലായിരുന്നു. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി വരച്ചതല്ല. അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. 2022-ലാണ് അതങ്ങനെ ജസ്റ്റ് വരച്ചിട്ടത്. 21 തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബൈക്ക് എടുക്കുന്ന ടൈമിൽ തൊട്ടേ കാറ് ഇതെന്തായാലും എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കായൽ ആക്കുമ്പോൾ ഓൾറെഡി കായലായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് വണ്ടി മേടിക്കാൻ കിട്ടുക. അപ്പോൾ അതെനിക്ക് വലിയ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ നമുക്ക് നെഗറ്റീവായിരുന്നു. ഇപ്പോൾ കായലായിട്ട് എടുക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് 8 കിട്ടണമെന്നുണ്ട് തൃശ്ശൂർ. ഇപ്പോൾ എറണാകുളത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടി സെയിൽ ചെയ്യാനായിട്ട് എനിക്കും കായൽ വണ്ടികളുണ്ട്. പക്ഷേ 4 ലക്ഷം രൂപയുടെ അടുത്തൊക്കെയാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. പിന്നെ അതാണെങ്കിൽ 3rd ഓണർ ആ ഒരു ലെവലിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി 2nd ഓണറിന്, ഇപ്പോൾ അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് 2nd ഓണർ, 1st ഓണർ വണ്ടിയായിരുന്നു. അത് കാരണം വേറെ കലാപം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഫാമിലി യൂസ് ചെയ്താണെന്നൊക്കെയാണ് പറയണത്. അതിപ്പോൾ എന്തായാലും നമുക്ക് സീനൊന്നുമില്ല. കാരണം വണ്ടി പക്ക ആണെന്ന് നമ്മൾക്ക് മനസ്സിലായി. അതുകൊണ്ട് കുഴപ്പമില്ല. കിലോമീറ്റർ 97 സംതിങ് ആണ് വരുന്നത്. അതും വലിയ പ്രശ്നമില്ല. സർവീസും കാര്യങ്ങളും ചെയ്യണം, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ NOC കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ 10 ദിവസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് 1 മാസത്തിനുള്ളിൽ NOCയും കാര്യങ്ങളും കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് അവർക്ക് ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരൊരു ലിങ്ക് അയക്കും. അപ്പോൾ അതിൽ കയറിയാൽ മതി. അത് അവരുടെ ബ്രോഡ്കാസ്റ്റ് ചാനലാണ് വാട്സപ്പിൻ്റെ. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ അതല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് നല്ലതെന്ന് തോന്നി അതുകൊണ്ടൊരു വീഡിയോ ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ വണ്ടി അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവിന് കിട്ടുന്നത് കൊണ്ടും ഒരുപാട് പേര് അവിടെ നിന്ന് വണ്ടി എടുക്കുന്നുണ്ട്. കാരണം നമുക്കത് ഗ്രൂപ്പിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ ദിവസം തന്നെ 5-10 ഫോട്ടോസുകൾ വരും, അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതപ്പോൾ തന്നെ പൈസ നമ്മൾ ഒരു 5000 അല്ലെങ്കിൽ ഒരു 10000 അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുക്കായി. അപ്പോൾ അത് അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ തന്നെ ഇടും, സോൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണാൻ കുറേ പേര് ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കയറിക്കോ. എന്തായാലും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതിൽ AC കാര്യങ്ങൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കൂളിങ് കുറവായിരുന്നു. അത് കാരണം നമ്മൾ ഗ്യാസ് കയറ്റി അതിനൊരു 2 സംതിങ് ചിലവായിട്ടുണ്ട്. പൊല്യൂഷൻ
ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ. പൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. പൊല്യൂഷൻ എന്തായാലും നമ്മൾ DL ആണ് നമുക്ക് കിട്ടിയത്. അത് പിന്നെ നമ്പർ ഇങ്ങനെ കാരണം തന്നെ കിട്ടുള്ളൂ. എന്തായാലും NOC കിട്ടിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി പൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കും. ഇതിൽ ബുക്ക് പേപ്പർ കാര്യങ്ങൾ അല്ലാണ്ട് കേട്ടോ, വേറെ കലാപൊന്നുമില്ല. അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഓപ്ഷൻസും കുറേ സൗകര്യങ്ങളും ഈ ഒരു വണ്ടിയിലുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയാനില്ല, കുറേ പേർക്ക് അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഈ വണ്ടിയുടെ കഥകളും എല്ലാം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട്. 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് ടെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അത് 2010 മോഡലാണ്. അപ്പോൾ എൻ്റെ ടെസ്റ്റിന് കയറ്റുന്ന വണ്ടി എടുത്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ. ഇപ്പോൾ 2008-9 മോഡൽ എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ അത് ടെസ്റ്റിന് കയറ്റണം. നമ്മളിപ്പോൾ എന്തായാലും ഈ ടെസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കാനെ ഇത് ചെയ്യാനുള്ള കാര്യങ്ങളായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പണിയിൽ പിന്നെ എന്തായാലും നമ്മൾ പണിയും. ഇപ്പോൾ ബൈക്ക് നമ്മൾ ചെറുപാക ഓരോന്ന് ചെയ്യണ പോലെ നമുക്ക് കാറിൽ ചെയ്യാൻ പറ്റില്ല. എന്തായാലും സമയമെടുക്കും. കളറ് ആദ്യം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും പതുക്കെ എന്തായാലും 1 കൊല്ലത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നാണ് ആഗ്രഹം. എക്സോസ്റ്റ് ആയാലും എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. മൈലേജിൻ്റെ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജാണ് കേട്ടോ. മൈലേജ് ഒരു രക്ഷയില്ല, 7-8 ഒക്കെയാണ് മൈലേജ് ഉള്ളത്. എത്ര അടിച്ചാലും ആ സൂചി തീരെ മുകളിലേക്കാണ്ട് പോകണില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. മൈലേജ് തീരെ കുറവാണ്, പക്ഷേ സീനില്ല കേട്ടോ. വണ്ടി ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടാണ്. പോകണമെന്ന് അറിയില്ല, നല്ല സെറ്റായിട്ട് വണ്ടിയിൽ പോകാം. ഇപ്പോൾ AC കാര്യങ്ങൾ കൂളിങ്ങൊക്കെ ആയതോടുകൂടി സെറ്റായിട്ടാണ്. പിന്നെ വലുപ്പത്തിൻ്റെ ഒരു ഇതാണ് എനിക്ക് ഈ വണ്ടിയിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ, നീട്ടം. ഈ വണ്ടിക്ക് അത്രമാത്രം നല്ല ലെങ്ത് ഉണ്ട് ഈ വണ്ടിക്ക്. നമ്മൾ ഈ ബ്ലോക്കിലൊക്കെ പെടുമ്പോഴൊക്കെയാണ് പ്രശ്നം. ഓരോ ചെറിയ വഴിയിലേക്ക്. ഇപ്പോൾ ഇതേതാ സ്ഥലം എന്ന് എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. ഇവിടേക്ക് വരാനായിട്ട് കുറച്ച് പാടുപെട്ടു. ചെറിയ വഴികളായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇരിക്കുന്നതായാലും എടുക്കാനായാലും എല്ലാത്തിനും നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റൊക്കെ സീനൊന്നുമില്ല. നമുക്ക് ഫോട്ടോയിൽ അവർ അയച്ചു തന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോയിലുള്ള പോലെ തന്നെ ആണോ വണ്ടി കിട്ടുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയും നമുക്കതുപോലെ തന്നെ കിട്ടിയിട്ടാണ്. പിന്നെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെയായിട്ട് അയച്ചു തന്നിട്ടില്ല. അതിനൊരു എക്സ്ട്രാ ഒരു 600 റുപ്പീസ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇൻ കേസ് പിടിക്കുകയാണെങ്കിൽ കട്ട വണ്ടി ഇല്ല എന്നൊക്കെ കാണിക്കാനായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അത് നമുക്ക് അയച്ചു തന്നിട്ടില്ല. പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ഓൾറെഡി പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ടോട്ടൽ ചിലവ് വന്നതും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിൽ ഓയിലും കാര്യങ്ങളും ചെയ്യാനുണ്ട്. പിന്നെ ചെറുവക പണികളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ നമ്മൾ തൂങ്ങിയിരിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇതിലൊക്കെ നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുവക കുറച്ച് പണികൾ. ഇപ്പോൾ ഹോൺ ഉണ്ടായിരുന്നില്ല. അത് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ലല്ലോ ഹോൺ ഉണ്ടോ എന്ന്. ഹോണൊക്കെ എന്തെങ്കിലും വണ്ടിയിൽ ഉണ്ടാവുമല്ലോ, പക്ഷെ ഹോൺ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാണ് ചെയ്തത്. അതിനൊരു 2 രൂപയുടെ അടുത്ത് നമുക്ക് ഹോണിന് ചിലവായിട്ടുണ്ട്. മൊത്തം വണ്ടി എടുത്തിട്ട് ഇപ്പോൾ നിലവിൽ ചിലവായിക്കണത് ഒരു 7 രൂപ 8 രൂപയാണ് നമുക്ക് ചിലവായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴും ടോട്ടൽ ചിലവ് നോക്കുകയാണെങ്കിൽ 270 ആ ഒരു റേഞ്ചിൽ നിൽക്കും. അപ്പോൾ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ 3 രൂപ വരെ ഉള്ളിൽ ഒതുങ്ങിയാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ആൾക്കാർ വണ്ടികൾ ഡൽഹിയിൽ നിന്ന് 2:10-നും 2:30-ക്കും 2:10-ന് 1.95-നൊക്കെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കായലാക്കി. അതല്ലെങ്കിൽ ആക്കാത്തവരുണ്ട് കേട്ടോ. ആക്കിയാൽ 1 ലക്ഷം 1.5 ലക്ഷം കൂട്ടിയിട്ടാണ് പിന്നെ ഇവിടെ വിൽക്കണത്. അത് മേടിക്കാൻ ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ നേരിട്ട് അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മലബാർ കാർസ് എന്ന് പറഞ്ഞ ആൾക്കാരെ നമുക്ക് വിശ്വാസമായത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞു, വണ്ടി ഓടിക്കാൻ കൊടുത്തു, വർക്ക്ഷോപ്പിൽ കയറ്റി. അപ്പോഴൊന്നും അവർ വേറെ പ്രശ്നമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവരോടുള്ള ആ ഒരു വിശ്വാസം പിന്നെ വീണ്ടും നമുക്ക് കൂടി. ഇപ്പോൾ വണ്ടി കണ്ടപ്പോൾ അവർ ഫോട്ടോയിൽ കാണിച്ചെന്ന പോലെ തന്നെ
നല്ല നീറ്റായിട്ടിരിക്കണേ. അതുകൊണ്ട് അവരോടുള്ള ഒരു വിശ്വാസം കൂടി. എന്ന് വെച്ചിട്ട് ഇവർ മാത്രമല്ല, പലരും ഡൽഹിയിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, മലയാളീസ് ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ കയ്യിൽ ഇവരുടെ കോണ്ടാക്റ്റും ഗ്രൂപ്പും ആണ് കൊല്ലങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് അവരോടുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാം എന്നുള്ളൊരു തീരുമാനമായത്. അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ വണ്ടി എടുത്താലില്ലെങ്കിലും ജസ്റ്റ് അവരുടെ ഗ്രൂപ്പിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അവർ ഡെയിലി ഓരോ വണ്ടികളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ്, കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വാച്ച് ചെയ്യണമെങ്കിൽ വാച്ച് ചെയ്യാം. അവർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 23-24 ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവരുടെ 6ാമത്തെ ഗ്രൂപ്പിലാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ 3ാമത്തെ ഗ്രൂപ്പിലായിരുന്നു. പിന്നെ ഞാൻ ഒരു തവണ ഇതിന് ലെഫ്റ്റായി പോയായിരുന്നു. പിന്നെ വീണ്ടും കയറി 6ലും, പിന്നെ ഒരു 22ാമത്തെ ഗ്രൂപ്പിലും ഞാൻ കയറി ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി വണ്ടി എടുത്തു. എന്നാൽ ആരെങ്കിലും ചോദിക്കുമ്പോഴേലും നമുക്ക് ഫോട്ടോസും കാര്യങ്ങൾ അയച്ചു കൊടുക്കാനൊക്കെ ആയാലും നല്ലതാണ്. ഇൻസ്റ്റഗ്രാമിലേക്ക് പോയാലും അവരുടെ പേജ് കാണാം, അതിൽ ബ്രോഡ്കാസ്റ്റ് ചാനൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അവർക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉള്ളതാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വിശ്വസിക്കാം, വണ്ടി കിട്ടി, വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ നല്ലൊരു ഡീലായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാനുണ്ടാ. അടുത്തൊരു വീഡിയോയിൽ കാണാം. മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും വണ്ടി പക്കാ കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും വണ്ടിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെറിയ രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. എന്തായാലും പെട്ടെന്നൊന്നും ആവില്ല, ടൈം എടുക്കും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.